പാലപ്പൂ. ഈ പാല പൂത്ത് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 5-6 കിലോമീറ്ററുകൾക്കപ്പുറം വരെയും ഇതിൻ്റെ മണം നിൽക്കും. രാത്രി ഭയങ്കര ഒരു ഉന്മാദമുണർത്തുന്ന മണമാണിതിന്. ഈ പാലയ്ക്ക് വെറുതെ ലക്ഷികളൊക്കെ വരും എന്ന് പറയണേ. ഏതിലേക്കൂടെങ്കിലും പോയാൽ ഈ മണം കേൾക്കുമ്പോൾ വരാമല്ലോ, അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു മണം എന്ന് പറഞ്ഞാൽ സൂപ്പർ മണം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു, ആരിലും അവയുടെ ആളിപ്പടരുമൊരുന്മാദം. എന്ത് കറക്റ്റായിട്ട് ആ വരികൾ എഴുതിക്കുന്നതെന്നറിയോ? കറക്റ്റ് അത് തന്നെയാണ്, ഉന്മാദം ഉണർത്തുന്ന ആ ഒരു മണം. കണ്ടോ, ഒരു പ്രത്യേക വൈബുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാട്ട് പാടിയതും അതുകൊണ്ട് തന്നെയാണ്. ഇതെന്താണെന്നറിയോ? ഇത് ഏഴിലം പാലയാണ്, യക്ഷിവാസമുള്ള ഒരു പാലയാണ് ഈ കാണുന്നത്. പണ്ട് പറയുന്നതാണ്, ഇപ്പോഴത്തെ കാര്യം അറിയില്ല. പക്ഷേ ഇതിൻ്റെ പൂവുണ്ടല്ലോ, ഇതിൻ്റെ മണം, ഒരു രക്ഷയില്ല. ഇന്നലെ രാത്രി കിടന്നുറങ്ങാനേ പറ്റിയില്ല. യക്ഷി വന്ന് നിൽക്കുന്നോന്ന് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു മണം. അപ്പം നമ്മൾ പണ്ടത്തെ കഥയുമൊക്കെ ഓർക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലുള്ള ഒരു മണം തന്നെയാണത്. ആ മണത്തിൻ്റെ ഉടയനായ മരമാണ് ഈ നിൽക്കുന്നത്, ഏഴിലം പാല. കണ്ടോ, വലിയൊരു സൂപ്പർ മരമായി കഴിഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്തിങ്ങനെ വന്ന് നിൽക്കാൻ തന്നെ പേടിയാണ്. എന്നാലും ഒന്ന് നിന്നപ്പോൾ എനിക്ക് ചെറിയ ഇന്നലത്തെ ഓർമ്മയും കൂടെ വന്നപ്പോഴേ പേടിയില്ലാത്തില്ല. എന്നാലും നിങ്ങളിത് കണ്ടപ്പോഴല്ലേ അത് ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, സത്യത്തിൽ അതൊരു ഭയങ്കരം തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഇതാ കണ്ടോ, കൊട പിടിച്ച് നിൽക്കുന്ന പാട്ടി പറയും പോലെ തന്നെയാണ്. അസലൊരു കൊട ചൂടി നിൽക്കുന്ന പോലെ തന്നെയാണ് ആ മരത്തിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, സൂപ്പർ മരം. ആ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലുണ്ട്. ഏഴിലം പാല പൂത്തു, പൂമരങ്ങൾ കൂട പിടിച്ചു, വേളിമലയിൽ പൊളിയായിരിക്കുന്ന ഒരു സൂപ്പർ വലിയ മരം. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ നിന്ന് ഞാൻ എനിക്കിച്ചിരി പേടിയുണ്ട് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വന്നതാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് പോയി കാണണേ. ഇതിനൊരു കഥ പറയാനുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പാലയും ഈ പുളിമരം അടുത്ത് നിൽക്കണം കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള മൂത്ത അമ്മാവൻ്റെ അസ്ഥിത്തറ വച്ചിരുന്ന സ്ഥലമാണ്. കുരിയാല എന്ന് പറയും ഇവിടെയൊക്കെ, ഇവിടെ ആയിട്ട്. അപ്പോൾ ആ അസ്ഥിത്തറ വർഷങ്ങളായിട്ടിരുന്നിട്ട് ഇവർ ജ്യോതിഷപ്രകാരം നോക്കിയപ്പോഴത്തേക്ക് അത് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ അതവർ അതിൻ്റേതായിട്ടുള്ള പൂജാവിധികളോട് കൂടി തന്നെ അതിനെ മാറ്റി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ചെമ്പകവും പട്ടുപോയി കേട്ടോ തനിയെ. അപ്പോൾ ഇപ്പോൾ ആ ചെമ്പകം പോയതിന് ശേഷമാണ് ഇവിടെ ഒരു മരോട്ടിക്ക കാണുന്നുണ്ടോ, ഒരു മരം. അതും തനിയെ പൊടിച്ചു വന്നതാണ്, ഇതൊന്നും ആരും നട്ടതല്ല. ഈ പാലയും അപ്പോൾ ഇനി ഈ പാലയും പുളിയൊക്കെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്താണ് നിൽക്കുന്നതെന്നാണ് ജ്യോതിഷം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് ഇവർ മുറിക്കാനൊന്നും പാടില്ല, അത് തനിയെ ചെമ്പകം പോയതുപോലെ തന്നെ പട്ടു പോകേണ്ടതായിട്ടുണ്ട്. കണ്ടോ മരം, കണ്ടോ, പുളിയും പാലയും കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, കൂട്ടം കൂടി ഒരു ചേർന്ന് നിൽക്കും പോലെ നിൽക്കുകയാണ് അവർ. കണ്ടോ, ഈ പുളി നല്ല കായ്ഫലമുള്ള പുളി തന്നെയാണ്. കണ്ടോ, നല്ല പച്ചപ്പുളി ഇതിൽ നിന്ന് വീണതാ, നിറച്ച് നിൽപ്പുണ്ട്. നമ്മൾ ആവശ്യത്തിന് പുളിയൊക്കെ പറിക്കാറുണ്ട്, പക്ഷെ മരം മുറിക്കില്ല. അതിനി എപ്പോഴെങ്കിലും തനിയെ പടണം. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മണവും ഇപ്പോഴും ഉണ്ട് കേട്ടോ. രാത്രിയാണ് പൂക്കുന്നെങ്കിലും മഴ പോലെ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ തൊഴിഞ്ഞ് നമ്മുടെ ദേഹത്തോടെ വീണുകൊണ്ടിരിക്കുക. കണ്ടോ, നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. രാത്രി വരണം ഇവിടെയൊക്കെ. അത് ഇതുപോലെ ഒരുപാട് കഥകൾ ഉറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണിത്. ഒത്തിരി ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇനി ഇതുപോലൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നത് വരെ ബായ്.